എന്തോ മമ്മൂട്ടി ആറാടുകയാണ്. ടർബോ പൊളിച്ചാ ഇത് കണ്ട എന്ത് വന്നു? ആറാടുകയാണ്. പിന്നെ ഹലോ വൈബൻസ്, അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടർബോ എന്ന് പറഞ്ഞ മൂവിനെ പറ്റിയാണ്. ഞാനിവിടെ വീഴുവാണ്, എന്റെ കൂടെ ഒരു 10-15 പേരെ കിട്ടാം. അപ്പം സംവിധാനം ചെയ്തിരിക്കുന്ന വിശാഖ്, റിട്ടേൺ ബൈ മിഥുൻ മാനുവൽ തോമസ്, പിന്നെ സ്റ്റാറിങ് മമ്മൂട്ടി എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ സിനിമ ടോപ്പോഗ്രാഫി വിഷ്ണു ശർമ്മ അന്യായമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓരോ സീൻ ബൈ സീൻ, ഓരോ സീനിലും ആ സിനിമ ടോപ്പോഗ്രാഫി എന്താണെന്നുള്ള രീതി അത് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഈ മൂവിയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ഒരു സ്ലോ പേസ് ആയിട്ടാണ് നീങ്ങുന്നത്. സ്ലോ പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കാർ ഇങ്ങനെ തള്ളി നമ്മൾ ഫ്രണ്ടിലോട്ട് എടുത്തുന്ന ഒരു രീതിയാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേസിംഗ് പോലെയാണ്. ബും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗിയർ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന പോലെയാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. ആ സെക്കൻഡ് ഹാഫിൽ മമ്മൂട്ടിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും മറ്റു അതിൻ്റെ ഉള്ള ഓരോ കാര്യങ്ങളും ഡയലോഗും കാര്യങ്ങളും എല്ലാം സെക്കൻഡ് ഹാഫ് തിമിർത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ സെക്കൻഡ് ഹാഫാണ് ആ മൂവിയുടെ മുഴുവൻ പേസും ആ ഒരു ജീവൻ കൊണ്ട് മൂവിക്ക് തരുന്നത് സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഓരോ മാക്രോ ലെൻസ് വെച്ചിട്ടുള്ള ഫൈറ്റ് സീനും കാര്യങ്ങളെല്ലാം എടുക്കുന്നതായിരുന്നാലും അത് ഭയങ്കര നല്ല കിഡിലുമായിട്ട് എടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല പോലെ കിഡിലുമായിട്ട് അതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ആ മൂവിയിൽ. സെക്കൻഡ് ഹാഫാണ് ഈ മൂവിയുടെ ഒരു ജീവൻ വെച്ച് പോകുന്നത്. പിന്നെ ഓവറോൾ കുറച്ച് ക്ലീശ സംഭവങ്ങളൊക്കെയാണ് ഈ മൂവിയിൽ കാണാൻ പറ്റും. പിന്നെ അത് എല്ലാ മൂവിയിലും ഉള്ളതുപോലെ ഈ കുറേ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ തോറത്തെടുത്ത് എറിയുമ്പോൾ കഴുത്തി ചുറ്റുന്ന കുറച്ച് പരിപാടികളും അതൊക്കെ ഒരുമാതിരി ക്ലീശയായിട്ട് കുറേ മൂവികളിൽ നമ്മൾ കണ്ടതാണ്. എന്നാലും അത്ര വലുതായിട്ട് ഒന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊന്നും ഇല്ല. സംഭവം നമുക്ക് കണ്ട് നല്ല ത്രില്ലടിപ്പിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മൂവിയിൽ. പിന്നെ ഒരു ഓവറോൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ നൈസ് മൂവി. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു കിടിലം മമ്മൂക്ക മൂവി. മമ്മൂക്കയുടെ ഫുൾ എന്താണ് പ്രസന്റ് സ്ക്രീൻ കാര്യങ്ങളെല്ലാം അടിപൊളിയാക്കി. മ്യൂസിക് ആയിരുന്നാലും ബാക്ക്ഗ്രൗണ്ടും സിനിമയുടെ ഒരു രീതി പോകുന്നതും സ്റ്റോറി എല്ലാ കാര്യങ്ങളും ഇറ്റ്സ് എ വെരി വെരി ഗുഡ്, അടിപൊളി, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഇന്ന് ഞാനൊരു സിനിമ കണ്ടു, ടർബോ, മമ്മൂട്ടിയുടെ ടർബോ. ഫസ്റ്റ് ഹാഫ് എന്തോ നടേ, സെക്കൻഡ് ഹാഫ് കുറച്ച് കണ്ടുകൊണ്ടേയിരിക്കാം. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നന്ദി, നമസ്കാരം.